എന്തായാലും BJPയുടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജസ്റ്റിൻ, ഒരു വലിയ അപകടമാണ്, നമ്മൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ? വളരെ ഖേദകരമായ സംഭവമാണ്, ഞെട്ടലുളവാക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങൾക്ക് വേദനാജനകമാണ്. പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചും ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനാജനകമായ സംഭവമാണ്, ഖേദമുള്ള സംഭവമാണ്. കൂടുതൽ ആളുകളുണ്ടോ അങ്ങനെയുള്ള പരിശോധനകൾ? പൂർണ്ണമായിട്ട് പോലീസിൻ്റെ റിപ്പോർട്ട് വരുന്നുള്ളൂ. എന്തായാലും തിരുവമ്പാടിയുടെ വെടിക്കെട്ടാണ് ആ സമയത്താണ് നടത്തിയത്. ഏതെങ്കിലും തരത്തിൽ ആളുകളെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ വരുന്നുള്ളൂ. ഏകദേശം ഒരു 40-ന് മുകളിൽ സംഖ്യ ഈ 40ഓളം ആളുകളുണ്ട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഭക്ഷണം കഴിക്കാമെന്ന് ഇവരങ്ങനെ പുറത്തു പോകുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ഭക്ഷണങ്ങൾ ഇവിടെ തന്നെ ഓർഡർ ചെയ്ത് കൊണ്ടുവരികയാണ് പതിവെന്ന് പറയുന്നത്. തീർച്ചയായും അതാണ് അതിൽ ഏറ്റവും കൂടുതൽ വേദനാജനകമായ കാര്യം. സാധാരണ ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ് 2-2:45 എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ കുറച്ച് ആളുകൾ ചിലപ്പോൾ അപ്പുറത്തുണ്ടാകും. നമ്മൾ മുൻപ് ത്രാങ്ങാലി വെടിക്കെട്ട് അപകടമൊക്കെ കണ്ടിട്ടുണ്ട്. അതൊരു 3:30 മണി നേരത്തായിരുന്നു ഒരു അപകടം ഉണ്ടാകുന്നത് വർഷങ്ങൾക്ക് മുൻപ്. ആ ഒരു വെടിക്കെട്ട് അപകടത്തിൽ കൂടുതൽ ആളുകൾ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ആയി പുറത്തേക്ക് പോയ ആളുകളായിരുന്നു അവർ. പലരും പക്ഷേ രക്ഷപ്പെട്ടു പോയി. അതിൽ 10-12 പേർ മാത്രമായി ആ മരണം ചുരുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുറച്ച് ഉള്ളിലേക്കുള്ളൊരു പ്രദേശം. അതുകൊണ്ട് തന്നെ ആളുകൾ ഭക്ഷണം ഒക്കെ ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് തന്നെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൊട്ടടുത്തൊക്കെ വെച്ച് ഇങ്ങോട്ട് തന്നെ എത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ തൊഴിലാളികൾ ഇപ്പോഴും ഇതിനകത്ത് തന്നെ കുടുങ്ങിക്കിടപ്പുണ്ടാവുമെന്നാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് വാക്കുകളും നമ്മളെ സൂചിപ്പിക്കുന്നത്. ഈ മേഖലയിലായിരുന്നു രാവിലെ നേരത്തെ നമ്മുടെ പ്രാദേശിക പ്രതിനിധിയാണ് മണികണ്ഠൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ മണികണ്ഠൻ ഈ മേഖലയിലേക്ക് വന്നിരുന്നു. മണികണ്ഠൻ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ സമയത്ത് പൂർണ്ണമായി ഇത് മുഴുവൻ ഒരു ഗ്രീനറി ആയി നിൽക്കുന്ന, അതായത് അത്ര കണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു ഈ പ്രദേശം. മുണ്ടത്തിക്കോട് പാടത്തിന് ഒത്ത നടുക്ക് ഇങ്ങനെ ഒരു പടക്ക നിർമ്മാണശാല, വളരെ സുരക്ഷ. നിങ്ങളതിൽ തീപ്പെട്ടിയുണ്ട്. ശ്രീകുമാറിനാണ് ഇപ്പോൾ ദുരന്ത സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 8 പേരുടെ മരണം ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സ്ഥിരീകരിക്കുന്നുണ്ട്. 8 മരണം ഈ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ എന്നുള്ള സ്ഥിരീകരണം വരുന്നുണ്ട്. അവിടെ ഇപ്പോഴും രക്ഷാദൗത്യം തുടരുകയാണ്. ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയിലാണ് ഫയർഫോഴ്സ് സംഘവും പോലീസും. നാട്ടുകാരും ആ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു 5 പേരുടെ എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പരിക്കേറ്റവരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ എല്ലാ ചികിത്സകളും ഇപ്പോൾ ലഭ്യമാക്കുന്നുണ്ട്. വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു തൊഴിലാളി അതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. 2:45 ഉണ്ടായ ഒരു പൊട്ടിത്തെറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ വേഗത്തിൽ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിന് തൊട്ടു പിന്നാലെ അവിടെ ഈ വെടിക്കെട്ട് പുരകളിൽ വലിയ സ്ഫോടനം നടന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 4 വെടിക്കെട്ട് ശാലകൾ ഇത്തരത്തിലുണ്ടായിരുന്നു. അടുത്തടുത്തായി 3 എണ്ണവും ദൂരെ മാറി മറ്റൊരെണ്ണവും. അവിടെയെല്ലാം ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്തരീക്ഷത്തിൽ വലിയ ചൂടുള്ള സമയം കൂടിയാണ്. രാവിലെ മാധ്യമപ്രവർത്തകർ അവിടെ എത്തി ഈ വെടിക്കെട്ടുശാലയുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയതാണ്. അപ്പോഴൊക്കെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കൂ എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ എല്ലാ മുൻകരുതലുകളും പാലിച്ചിരുന്ന ഒരു സ്ഥലമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ പെട്ടെന്ന് അവിടെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. വലിയ ഒരു പാടശേഖരമുണ്ട്. ആ പാടശേഖരത്തിന് നടുവിലായിട്ടാണ് ഈ വെടിക്കെട്ട് ശാല ഉണ്ടായിരുന്നത്. അവിടെയാണ് വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. പുകപടലങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. പൂർണ്ണമായി തീകെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസും ഫയർഫോഴ്സ് സംഘവും ഇപ്പോഴും അവരുടെ ദൗത്യം തുടരുകയാണ്. നാട്ടുകാർ ഉൾപ്പെടെ പോലീസിനെ സഹായിക്കുന്നുണ്ട്. 8 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. KC വേണുഗോപാൽ MP പ്രതികരണം വരുന്നുണ്ട്. വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ നടുക്കം രേഖപ്പെടുത്തുന്നു. രക്ഷാപ്രവർത്തനത്തിന് അടിയന്തരമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. പരിക്കേറ്റവർക്ക് ആവശ്യമായ വൈദ്യസഹായം ഉറപ്പാക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അല്പസമയം മുൻപ് ഒരാളെ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. ശ്രീകുമാരൻ തുടരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ അവിടെ നിന്ന് പുറത്തേക്ക് മാറ്റിയിരുന്നുവല്ലോ. കൂടുതൽ ആളുകളുണ്ടോ അവിടെ? കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ശ്രീജിത്ത്? ഉറപ്പായും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഉന്മേഷ ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. കാരണം ഭക്ഷണം കഴിക്കാനായിട്ട് ആളുകൾ ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഉറപ്പായും ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള
അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇപ്പോഴും പരിശോധന ഒരു മേഖലയിൽ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്തു നിന്ന് കുറച്ചധികം തീ അണയ്ക്കാൻ അവർക്ക് ഇതിനകം തന്നെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും ഫയർഫോഴ്സും ഇപ്പോഴും അതിനുവേണ്ടിയുള്ള ഒരുക്കിയിട്ടുണ്ട്. മേഖലയിൽ ഇപ്പോഴും കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. നമ്മൾ നേരത്തെ ദൃക്സാക്ഷിയുടെ പ്രതികരണം അടക്കം നൽകുമ്പോൾ പെട്ടെന്ന് തന്നെ തീ പടർന്നു, പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നാട്ടുകാർ ഈ ഒരു ഘട്ടത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഏറ്റവും അറിയുന്ന ഒരു പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു വ്യക്തത അവർക്കും അത്ഭുതമാണ്. ഈ പ്രദേശത്തുകാർക്കൊക്കെ അറിയുന്ന ഒരു പ്രദേശമാണ്. കുറേയധികം കാലമായി ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു പടക്ക നിർമ്മാണശാല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്ര കണ്ട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തന്നെയാണ് ഈ മേഖലയിൽ നിന്ന് നാട്ടുകാരെല്ലാവരും തന്നെ അവരുടെ കൂടെ സഹകരണത്തോടുകൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് അവർ അറിയുന്നത്. കളക്ടർ അടക്കമുള്ള ആളുകൾ ആ മേഖലയിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആ മേഖലയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും കളക്ടറും ജില്ലാ പോലീസ് സിറ്റി പോലീസ് കമ്മീഷണറും അടക്കമുള്ള ആളുകളടക്കം ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം. എന്താ ഇത്രയധികം ആളുകളുണ്ടോ എന്ന ഒരു ആശങ്ക. അതിൽ എത്ര പേരുണ്ട്? ഒരു പറയുന്ന നമ്പർ ആളുകൾ പറഞ്ഞു കേട്ട നമ്പർ മാത്രമാണ്, അതിനപ്പുറത്തേക്കുള്ള ഒരു നമ്പരല്ല. അതുകൊണ്ട് തന്നെ ഇത്രയധികം ആളുകൾ എത്ര ആളുകളാണ് അവിടെ ഉള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട്. ഇതിൻ്റെ നടത്തിപ്പുകാരുമായൊക്കെ ഇപ്പോൾ തന്നെ ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ ഇതിനകം തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും അവരെല്ലാവരും തന്നെ പറയുന്നത് ആളുകളുടെ ഒരു നമ്പറാണ്. അതിലെത്ര പേർ എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളെല്ലാം തന്നെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതൊക്കെ ഒരു കണക്ക് മാത്രമാണ്. എന്തായാലും പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. ഇവിടുത്തെ MLA ഈ ഒരു ഘട്ടത്തിൽ ഈ മേഖലയിൽ തന്നെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ മുൻ MLA മന്ത്രിയും അതുപോലെ തന്നെ MLA ഒക്കെ ആയ KC മൊയ്തീൻ അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മേയർ നിജി ജസ്റ്റിൻ അടക്കമുള്ള ആളുകൾ തുടരുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.